നമസ്കാരം. ഈ വിവര പഠനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു രസകരമായൊരു വിഷയമാണ് നോക്കുന്നത്. നമസ്കാരം. ലോകം മുഴുവൻ ദിവസവും ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, കപ്പലിലും വിമാനത്തിലുമൊക്കെയായിട്ട്. അതെ, വലിയൊരു ശൃംഖലയാണത്. ഇതിൽ കുറേ എണ്ണം ഇന്ത്യയുടെ തുറമുഖങ്ങളിലോ എയർപോർട്ടുകളിലോ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഇവിടെ ഇറക്കുമതി ചെയ്യാനുള്ളതാവില്ല, അല്ലേ? ശരിയാണ്. പലതിനും ഇന്ത്യ ഒരു ഇടത്താവളം മാത്രമായിരിക്കും. അതെ. അപ്പോൾ ചോദ്യം ഇതാണ്: ഇങ്ങനെയുള്ള ചരക്കുകൾ, അതായത് ഇന്ത്യയിലേക്ക് നേരിട്ട് വരാത്ത പക്ഷേ നമ്മുടെ രാജ്യത്തിലൂടെ കടന്നുപോകുന്ന കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ, ഇതിനെ നമ്മുടെ കസ്റ്റംസ് നിയമം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഒരു വശത്ത് വ്യാപാരം സുഗമമായി നടക്കണം, മറുവശത്ത് നിയമങ്ങൾ പാലിക്കുകയും വേണം, സുരക്ഷയും നികുതിയുമൊക്കെ ഉറപ്പാക്കുകയും വേണം. കൃത്യമാണ്. ഇതിനൊരു നിയമപരമായ ചട്ടക്കൂട് വേണം. ഇതിലുള്ള ഉത്തരങ്ങളാണ് 1962 കസ്റ്റംസ് നിയമത്തിലെ 8-ാം അധ്യായത്തിലുള്ളത്, അല്ലേ? അതെ, ചാപ്റ്റർ 8, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 8-ാം അധ്യായം ഒന്ന് വിശദമായി പരിശോധിക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ ഇത് ആർക്കൊക്കെ ബാധകമല്ല എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങുന്നത്. അതെ, തുടക്കത്തിൽ തന്നെ സെക്ഷൻ 52 അത് വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? സാധാരണ യാത്രക്കാരുടെ ബാഗേജിനൊന്നും ഇത് ബാധകമല്ല, അല്ലേ? അല്ല, 3 കാര്യങ്ങൾക്കാണ് പ്രധാനമായും ഒഴിവാക്കലുള്ളത്. ഒന്ന്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന ലഗേജ്, ബാഗേജ് എന്ന് പറയില്ലേ, അതിന്. ഓക്കെ. 2, തപാൽ വഴി വരുന്ന സാധനങ്ങൾ, പോസ്റ്റിൽ വരുന്നവ. ശരി. 3, കപ്പലിലോ വിമാനത്തിലോ ഉപയോഗിക്കാനുള്ള സ്റ്റോറുകൾ, അതായത് ഇന്ധനം, ഭക്ഷണസാധനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ. മനസ്സിലായി. ഇവയ്ക്കൊക്കെ കസ്റ്റംസ് നിയമത്തിൽ വേറെ അധ്യായങ്ങളിൽ, ഇപ്പൊ ലഗേജിന് ചാപ്റ്റർ 11 പോലെ പ്രത്യേക നിയമങ്ങളുണ്ട്. അപ്പോ ഈ അധ്യായം 8 പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് വലിയ അളവിലുള്ള ചരക്കുകളിലാണല്ലേ? കാർഗോ. അതെ, വാണിജ്യ ചരക്കുകൾ, കാർഗോ. അതും ഇന്ത്യയിൽ ഉപയോഗിക്കാനുള്ളതല്ല, ഇന്ത്യയിലൂടെ കടന്നുപോകുന്നവ. നിയമം ഇതിനെ 2ആയിട്ടാണ് കാണുന്നത്: ട്രാൻസിറ്റ്, പിന്നെ ട്രാൻസ്ഷിപ്മെന്റ്. ശരി. അപ്പോൾ ആദ്യത്തേത് സെക്ഷൻ 53 പറയുന്ന ട്രാൻസിറ്റ്. എന്താണ് അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത്? ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചരക്ക് ഇന്ത്യയിലേക്ക് ഒരു വാഹനത്തിൽ വന്നു. അത് കപ്പലാവാം, വിമാനമാവാം, ട്രക്കാവാം. ഓക്കെ. അതേ വാഹനത്തിൽ തന്നെ അത് ഇന്ത്യയിൽ ഇറക്കുന്നില്ല, അവിടെ നിന്ന് നേരെ വേറൊരു രാജ്യത്തേക്ക് യാത്ര തുടരുന്നു. ഒരു നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് പോലെ ഇന്ത്യയിൽ ഇറങ്ങുന്നില്ല. ഏതാണ്ട് അതെ. അല്ലെങ്കിൽ നിർത്തിയാലും ആ ചരക്കിറക്കുന്നില്ല. ഉദാഹരണത്തിന്, സിംഗപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് ഒരു കപ്പൽ പോകുന്നു. ഇതിന് 2 പ്രധാന കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഈ ചരക്ക് ട്രാൻസിറ്റിന് ഉള്ളതാണ് എന്നത് കൊണ്ടുവന്ന വണ്ടി ഇന്ത്യയിലെത്തുമ്പോൾ കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ടല്ലോ, അറൈവൽ മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ട്. മാനിഫെസ്റ്റ്. അതില് കൃത്യമായി കാണിച്ചിരിക്കണം ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ശരി. രണ്ടാമത്തേത്, ഈ സാധനം സെക്ഷൻ 11 അനുസരിച്ച് ഇന്ത്യയിൽ നിരോധിച്ചൊന്നാകാൻ പാടില്ല. രാജ്യസുരക്ഷയ്ക്കോ മറ്റോ പ്രശ്നമുള്ളതൊന്നും ഇങ്ങനെ കടത്തിവിടില്ല. തീർച്ചയായും. അപ്പോൾ ഈ ട്രാൻസിറ്റ് സാധനങ്ങൾക്ക് ഇന്ത്യയിൽ ഇറക്കുമതി നികുതി, അതായത് ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കേണ്ടതില്ല എന്ന് സെക്ഷൻ 53 പറയുന്നുണ്ട്, അല്ലേ? അതെ, അതാണ് ഇതിലെ പ്രധാന കാര്യം. ഡ്യൂട്ടി അടയ്ക്കാതെ കടന്നുപോകാൻ അനുവദിക്കും. ഇത് വലിയൊരു സഹായമല്ലേ അന്താരാഷ്ട്ര വ്യാപാരത്തിന്? ഇന്ത്യ ഒരു ട്രാൻസിറ്റ് ഹബ്ബാകാൻ ഇത് സഹായിക്കില്ലേ? തീർച്ചയായും. പക്ഷേ ഇത് വെറുതെ അങ്ങ് വിടുകയല്ല. നിയമം പറയുന്നുണ്ട്, സബ്ജക്ട് ടു സച്ച് കണ്ടീഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതായത് ചില വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കും. ആ വ്യവസ്ഥകൾ ആരാണ് തീരുമാനിക്കുക? അത് തീരുമാനിക്കാനുള്ള അധികാരം പ്രോപ്പർ ഓഫീസർക്കാണ്. സാധാരണയായി അവിടുത്തെ കസ്റ്റംസ് ഓഫീസർക്ക്. ഓക്കെ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ചില നിബന്ധനകൾ വെക്കാം. ചിലപ്പോഴൊരു പ്രത്യേക റൂട്ടിലൂടെ പോകണമെന്നോ അല്ലെങ്കിൽ കണ്ടെയ്നറിന് ഇലക്ട്രോണിക് സീൽ വേണമെന്നോ ഒക്കെ നിർദ്ദേശിക്കാം. സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണത്. മനസ്സിലായി. അപ്പോ വാഹനം മാറാതെ പോകുന്നതാണ് ട്രാൻസിറ്റ്. ഇനി ഇന്ത്യയിൽ വെച്ച് വാഹനം മാറേണ്ടി വന്നാലോ? അതാണ് അടുത്ത പോയിന്റ്, അല്ലേ? അതെ. സെക്ഷൻ 54 ട്രാൻസ്ഷിപ്മെന്റ്. അതെങ്ങനെയാണ്? ഒരു ഉദാഹരണം പറയാമോ? ലീയ മദർ വെസലിൽ നിന്ന് ചരക്ക് കൊച്ചിയിലിറക്കി, എന്നിട്ടത് ഒരു ചെറിയ ഫീഡർ വെസലിൽ കയറ്റി തൂത്തുകുടിയിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ കൊച്ചിയിൽ വന്ന എയർ കാർഗോ അവിടെ നിന്നൊരു ട്രക്കിൽ കയറ്റി ബാംഗ്ലൂരിലെ ICDയിലേക്ക്, ഇൻലാൻഡ് കണ്ടെയ്നർ ഡെപ്പോവിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് ഒരു കസ്റ്റംസ് സ്റ്റേഷനിൽ ഇറക്കി വേറെ വാഹനത്തിൽ കയറ്റി മറ്റൊരിടത്തേക്ക്. അതെ. ആ മറ്റൊരിടം ഇന്ത്യയ്ക്ക് പുറത്താകാം, അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിലെ വേറൊരു കസ്റ്റംസ് സ്റ്റേഷനുമാകാം.
ഇതിനും ഡോക്യുമെന്റേഷനൊക്കെ വേണ്ടേ? വേണം. ഇതിന് പ്രധാനമായും വേണ്ടത് ഒരു ബിൽ ഓഫ് ട്രാൻസ്ഷിപ്മെന്റ് ആണ്. ബിൽ ഓഫ് ട്രാൻസ്ഷിപ്മെന്റ്. അതെ. ഇതാരാണോ ചരക്ക് കൊണ്ടുവന്നത് അവര് തയ്യാറാക്കി പ്രോപ്പർ ഓഫീസർക്ക് കൊടുക്കണം. അതിനൊരു നിശ്ചിത ഫോമും രീതിയുമൊക്കെ ഉണ്ട്. ഓക്കെ. ഒരു ഇളവുള്ളത് ഇന്ത്യയും വേറെ രാജ്യവും തമ്മിലുള്ള വല്ല അന്താരാഷ്ട്ര കരാറിന്റെ ഭാഗമായിട്ടാണ് ഈ ട്രാൻസ്ഷിപ്മെന്റ് എങ്കിൽ ഒരുപക്ഷേ ഈ ബില്ലിന് പകരം ഒരു സിമ്പിൾ ഡിക്ലറേഷൻ മതിയാകും. അത് നടപടിക്രമം കുറയ്ക്കാൻ സഹായിക്കും, അല്ലേ? അതെ. ഈ ബിൽ ഓഫ് ട്രാൻസ്ഷിപ്മെന്റിൽ എന്തൊക്കെ വിവരങ്ങളാണ് സാധാരണ ഉണ്ടാവാറ്? കസ്റ്റംസ് എന്താണിതിൽ ശ്രദ്ധിക്കുന്നത്? അതിൽ ചരക്കിന്റെ മുഴുവൻ വിവരങ്ങളും വേണം. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഏത് വണ്ടിയിൽ നിന്ന് ഏതിലേക്ക് മാറ്റുന്നു, അളവ്, തൂക്കം എല്ലാം. കസ്റ്റംസ് നോക്കുന്നത് പ്രധാനമായും ഈ മാറ്റുന്ന സമയത്ത് ചരക്ക് വഴിമാറി പോകുന്നില്ല, അനധികൃതമായി രാജ്യത്തിനകത്തേക്ക് വരുന്നില്ല എന്നൊക്കെയാണ്. അതുകൊണ്ടാണ് പ്രോപ്പർ ഓഫീസറുടെ അനുമതി വേണ്ടത്. ശരി. ഇനി ഈ ട്രാൻസ്ഷിപ്മെന്റ് 2 തരമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നത്, ഇന്ത്യക്കുള്ളിലേക്ക് പോകുന്നത്. അതെ. സെക്ഷൻ 54(2) പറയുന്നത് ഇന്ത്യക്ക് പുറത്തേക്കുള്ള ട്രാൻസ്ഷിപ്മെന്റിനെ കുറിച്ചാണ്. ഉദാഹരണം, ദുബായിൽ നിന്ന് കൊച്ചിയിൽ വന്ന ചരക്ക് അവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് പോകുന്ന വേറൊരു കപ്പലിൽ കയറ്റുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർ ഓഫീസർക്ക് ഡ്യൂട്ടിയൊന്നും ഈടാക്കാതെ തന്നെ ട്രാൻസ്ഷിപ്മെന്റ് അനുവദിക്കാം. ഡ്യൂട്ടി വേണ്ട? വേണ്ട. ഇനി സെക്ഷൻ 54(3) പറയുന്നത് ചരക്ക് ഇന്ത്യക്കുള്ളിലെ തന്നെ മറ്റൊരു കസ്റ്റംസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക്, അപ്പോഴും ഡ്യൂട്ടി അടക്കാതെ ട്രാൻസ്ഷിപ്മെന്റ് അനുവദിക്കാം. പക്ഷെ അവിടെ ഒരു കണ്ടീഷനുണ്ട്. ആ ലക്ഷ്യസ്ഥാനം ഒരു മേജർ പോർട്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കസ്റ്റംസ് എയർപോർട്ടുകൾ, മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ പോലുള്ളവ. ഓക്കെ. അതുമല്ലെങ്കിൽ CBIC, അതായത് നമ്മുടെ കസ്റ്റംസ് ബോർഡ് പ്രത്യേകം നോട്ടിഫൈ ചെയ്ത വേറെ ഏതെങ്കിലും കസ്റ്റംസ് പോർട്ട് എയർപോർട്ടാകാം. ഇതൊന്നുമല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസർക്ക് ഇത് ശരിയായ ആവശ്യത്തിനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മറ്റേതെങ്കിലും കസ്റ്റംസ് സ്റ്റേഷനിലേക്കും ആകാം. അപ്പോൾ അവിടെയും ചില നിബന്ധനകളുണ്ട്. ഉണ്ട്. ഇതും പ്രെസ്ക്രൈബ്ഡ് കണ്ടീഷൻസിന് വിധേയമാണ്. ഓക്കെ. അപ്പോൾ ട്രാൻസിറ്റ് ആയാലും ഇന്ത്യക്കുള്ളിലേക്ക് തന്നെയുള്ള ഈ ട്രാൻസ്ഷിപ്മെന്റ് ആയാലും തൽക്കാലത്തേക്ക് ഡ്യൂട്ടി അടയ്ക്കണ്ട. ഇവിടെയാണ് എനിക്കൊരു സംശയം. എന്താണ്? ഈ ഡ്യൂട്ടി എന്നേക്കുമായി ഒഴിവാക്കുകയാണോ ചെയ്യുന്നത്? കാരണം ആത്യന്തികമായി ചരക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നില്ലല്ലോ, കടന്നു പോകുകയല്ലേ. അത് വളരെ നല്ല ചോദ്യമാണ്. അവിടെയാണ് സെക്ഷൻ 55 വരുന്നത്. ഉത്തരം അല്ല എന്നാണ്. ഡ്യൂട്ടി ഒഴിവാക്കുന്നില്ല. ഓഹോ, പിന്നെന്താണ് ചെയ്യുന്നത്? സെക്ഷൻ 55 കൃത്യമായി പറയുന്നുണ്ട്, ഈ പറഞ്ഞ 2 കേസിലും, അതായത് ട്രാൻസിറ്റ് ആയാലും ഇന്ത്യക്കുള്ളിലെ ട്രാൻസ്ഷിപ്മെന്റ് ആയാലും, ആ ചരക്ക് ഇന്ത്യക്കുള്ളിലെ അതിന്റെ അവസാന ലക്ഷ്യസ്ഥാനത്ത് ഫൈനൽ ഡെസ്റ്റിനേഷൻ കസ്റ്റം സ്റ്റേഷൻ എത്തുമ്പോൾ അവിടെ വെച്ച് അതിനെ സാധാരണ ഇറക്കുമതി ചെയ്യുന്ന ചരക്ക് പോലെ കണക്കാക്കും. അപ്പോ അവിടെ വെച്ച് ഡ്യൂട്ടി അടയ്ക്കണോ? അടയ്ക്കണം. അവിടെ വെച്ച് ഇറക്കുമതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യണം. ആ സമയത്ത് ബാധകമായ ഡ്യൂട്ടി അടയ്ക്കണം. അതായത് ഡ്യൂട്ടി അടയ്ക്കാനുള്ള ബാധ്യത ഒഴിവാക്കുകയല്ല, നീട്ടിവെക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതെ, വളരെ ശരിയാണ്. ആ ബാധ്യത അവസാനം വരെ നിലനിൽക്കുന്നുണ്ട്. കൊള്ളാം. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ സ്മാർട്ടായൊരു സിസ്റ്റമാണല്ലോ. ഒരു വശത്ത് ചരക്ക് നീക്കം എളുപ്പമാക്കുന്നു, അതേസമയം അത് അവസാനം ഇന്ത്യയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രാജ്യത്തിന് കിട്ടേണ്ട ടാക്സ് കിട്ടുകയും ചെയ്യും. കൃത്യമായി. ഇത് ലോജിസ്റ്റിക്സ് കമ്പനികൾക്കും ഇറക്കുമതി ചെയ്യുന്നവർക്കുമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എവിടെയാണ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരിക, എപ്പോഴാണ് ബിൽ ഓഫ് എൻട്രി കൊടുക്കേണ്ടത് എന്നൊക്കെ അറിയുന്നത് അവരുടെ പ്ലാനിങ്ങിന് അത്യാവശ്യമാണ്. ശരിയാണ്. അവരുടെ ക്യാഷ് ഫ്ലോ ഒക്കെ പ്ലാൻ ചെയ്യാൻ ഇതറിയണം. തീർച്ചയായും. ഇനി ഈ അധ്യായത്തിൽ സെക്ഷൻ 56 എന്നൊരെണ്ണം കൂടിയുണ്ടല്ലോ. ലാൻഡ് കസ്റ്റംസ് സ്റ്റേഷനുകൾക്കിടയിൽ, അതായത് കരമാർഗമുള്ള ചെക്ക് പോസ്റ്റുകൾക്കിടയിൽ ഡ്യൂട്ടി അടയ്ക്കാതെ സാധനം കൊണ്ടുപോകുന്നത്. ഇത് ഈ പറഞ്ഞ ട്രാൻസ്ഷിപ്മെന്റിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? ഒറ്റനോട്ടത്തിൽ ഒരുപോലെ തോന്നുമല്ലോ. സെക്ഷൻ 56 കുറച്ചുകൂടി ജനറൽ ആയൊരു പ്രൊവിഷൻ പോലെയാണ് തോന്നുന്നത്. അത് പ്രധാനമായും പറയുന്നത് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ ഒരു ലാൻഡ് കസ്റ്റം സ്റ്റേഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുപോകാമെന്നാണ്. ഇറക്കുമതി ചെയ്തത്. അതെ. അതോടൊപ്പം ഏത് സാധനങ്ങളും എനി ഗുഡ്സ് നിശ്ചിത വ്യവസ്ഥകൾക്ക് വിധേയമായി ഒരു ലാൻഡ് കസ്റ്റം സ്റ്റേഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകാമെന്നും ഒരു ഭാഗമുണ്ട്.
ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ഉപയോഗം ചിലപ്പോൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു, പക്ഷേ ഡ്യൂട്ടി അടച്ച് ക്ലിയർ ചെയ്തിട്ടില്ല, നോട്ട് ക്ലിയർഡ് ഫോർ ഹോം കൺസംഷൻ. ഓക്കെ. അങ്ങനെയുള്ള ചരക്ക് കസ്റ്റംസിന്റെ കൺട്രോളിൽ തന്നെ ഒരു കര അതിർത്തി സ്റ്റേഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റേണ്ടി വരുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളിലായിരിക്കാം. പക്ഷേ ഈ അധ്യായം 8ന്റെ പ്രധാന ഫോക്കസ് എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന അല്ലെങ്കിൽ വാഹനം മാറിപ്പോകുന്ന ഇന്ത്യയിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കാത്ത ചരക്കുകളിലാണ്. സെക്ഷൻ 56 പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസിന് വിധേയമാണ്. അതുകൊണ്ട് അതിന്റെ കൃത്യമായ ആപ്ലിക്കേഷൻ ചിലപ്പോൾ റെഗുലേഷൻസ് നോക്കേണ്ടി വരും. മനസ്സിലായി. ശ്രോതാവിനോട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. ഇന്ത്യയെ ഒരു ഇടനാഴിയായി ഉപയോഗിക്കുന്ന ചരക്കുകളെ കസ്റ്റംസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ സാധാരണക്കാരനായ എനിക്കെന്തിനാണെന്ന്. ഇതിന് പല തലത്തിലുള്ള പ്രാധാന്യമുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ഒരു വലിയ ട്രേഡിംഗ് ഹബ്ബായി വളരുകയാണ്. അതെ, നമ്മുടെ പോർട്ടുകളും എയർപോർട്ടുകളും കൂടുതൽ തിരക്കുള്ളതായി മാറുന്നു. അപ്പോ ഈ ചരക്ക് നീക്കം സുഗമമാക്കാൻ ഇത്തരം നിയമങ്ങൾ വേണം. ഇത് ഷിപ്പിംഗ് കമ്പനികൾക്കും എയർലൈനുകൾക്കുമൊക്കെ ഇന്ത്യയെ കൂടുതൽ ആകർഷകമാക്കും. ശരിയാണ്. രണ്ടാമതായി, നിങ്ങൾ ഒരുപക്ഷെ ലോജിസ്റ്റിക്സിലോ ഷിപ്പിംഗിലോ എക്സ്പോർട്ട് ഇമ്പോർട്ടിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ, അതെ, അങ്ങനെയുള്ളവർക്ക് ഈ നിയമങ്ങൾ അറിയാതെ പറ്റില്ല. ഒരു ചെറിയ തെറ്റുപറ്റിയാൽ പോലും ചരക്ക് കസ്റ്റംസിൽ പിടിച്ചിടാനും വലിയ ഫൈൻ വരാനും സാധ്യതയുണ്ട്. ബിൽ ഓഫ് ട്രാൻസ്ഷിപ്മെന്റ്, മാനിഫെസ്റ്റിലെ എൻട്രി, ഡ്യൂട്ടി എവിടെ അടയ്ക്കണം, ഇതൊക്കെ അവരുടെ ദൈനംദിന ജോലിയുടെ ഭാഗമാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കസ്റ്റംസ് എങ്ങനെയാണ് ഒരേ സമയം 2 റോളുകൾ ചെയ്യുന്നതെന്ന് കാണിക്കുന്നു. ഒന്ന്, വ്യാപാരം എളുപ്പമാക്കുക, ട്രേഡ് ഫാസിലിറ്റേഷൻ. മറ്റേത് നിയന്ത്രണം. അതായത് രാജ്യത്തിന്റെ വരുമാനം സംരക്ഷിക്കുക, കള്ളക്കടത്ത് പോലുള്ള നിയമവിരുദ്ധ കാര്യങ്ങൾ തടയുക. ഈ അധ്യായം 8 ഈ 2 ലക്ഷ്യങ്ങളും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ നല്ലൊരു ഉദാഹരണമാണ്. കൊള്ളാം. അപ്പോൾ ഈ ചർച്ചയുടെ എല്ലാം ഒരു ചുരുക്കം എന്താണ്? ഈ 8ാം അധ്യായം കൊണ്ട് കസ്റ്റംസ് നിയമം എന്താണ് അടിസ്ഥാനപരമായി ചെയ്യുന്നത്? ശരിക്കു പറഞ്ഞാൽ ചാപ്റ്റർ 8 ഇന്ത്യയെ ഒരു കോറിഡോറായി ഉപയോഗിക്കുന്ന ചരക്കുകൾക്ക് ഒരു ക്ലിയറായ സുതാര്യമായ റൂൾ ബുക്ക് കൊടുക്കുകയാണ്. ഓക്കെ. ഇത് 3 കാര്യങ്ങൾ ഉറപ്പാക്കുന്നു. ഒന്ന്, ഈ ചരക്കുകൾക്ക് വലിയ താമസമില്ലാതെ പ്രശ്നങ്ങളില്ലാതെ ഇന്ത്യയിലൂടെ കടന്നുപോകാൻ പറ്റണം. ശരി. 2, ഈ കടന്നുപോക്കൽ കസ്റ്റംസിന്റെ മേൽനോട്ടത്തിലായിരിക്കണം. ചരക്ക് എങ്ങോട്ടു പോകുന്നു എന്നതിനൊരു ട്രാക്കിംഗ് വേണം. അതെ. 3, ഇനി അഥവാ ഈ ചരക്ക് ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ രാജ്യത്തിന് കിട്ടേണ്ട ഡ്യൂട്ടി കിട്ടണം. ഈ 3ഉം ഒരുമിച്ച് നടപ്പാക്കാനാണ് ഈ നിയമങ്ങൾ. അതിനുവേണ്ടി ഓരോന്നിനും വേറെ വേറെ പ്രൊസീജിയറുകൾ പറയുന്നു. മാനിഫെസ്റ്റിലെ ഡിക്ലറേഷൻ, ബിൽ ഓഫ് ട്രാൻസ്ഷിപ്മെന്റ്, ചിലപ്പോൾ ബോണ്ടുകൾ അല്ലെങ്കിൽ സെക്യൂരിറ്റികളൊക്കെ ഇതിന്റെ ഭാഗമായി വരും. ഇതെല്ലാം ഒരു ഉത്തരവാദിത്വം ഉറപ്പാക്കാനാണ്. വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോ കസ്റ്റംസ് നിയമത്തിലെ അധ്യായം 8, അതായത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിനെക്കുറിച്ചുള്ള നിയമങ്ങൾ നമ്മളിപ്പോൾ വിശദമായി നോക്കി. ട്രാൻസിറ്റ്, ട്രാൻസ്ഷിപ്മെന്റ്, ഡ്യൂട്ടിയുടെ കാര്യം, വേണ്ട രേഖകൾ, ഇതൊക്കെ നമ്മൾ കവർ ചെയ്തു. ഏത് വണ്ടി മാറുകയോ ലക്ഷ്യസ്ഥാനം മാറുകയോ ചെയ്യാം. 2, പ്രധാന ഡോക്യുമെന്റ്സ്, മാനിഫെസ്റ്റിലെ ഡിക്ലറേഷൻ, ബിൽ ഓഫ് ട്രാൻസ്ഷിപ്മെന്റ്. 3, ഡ്യൂട്ടി ഒഴിവാക്കുന്നില്ല, അവസാന ഡെസ്റ്റിനേഷൻ വരെ നീട്ടിവെക്കുന്നു, സെക്ഷൻ 55. 4, ഒഴിവാക്കലുകൾ, ലഗേജ്, പോസ്റ്റൽ ഗുഡ്സ്, സ്റ്റോറുകൾ, സെക്ഷൻ 52. ഇതിന്റെയൊക്കെ പിന്നിലുള്ള ലോജിക് വ്യാപാരം സുഗമമാക്കുക, അതേസമയം രാജ്യതാൽപര്യം സംരക്ഷിക്കുക എന്നതാണ്. ശരിയാണ്. ഇനി ഈ വിഷയത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാൻ ഒരു ചോദ്യം കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കാം. ഓക്കെ. നമ്മൾ കണ്ടു, സെക്ഷൻ 55 പ്രകാരം ഇന്ത്യക്കുള്ളിലെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ഡ്യൂട്ടി അടയ്ക്കണം. അത് ക്ലിയറാണ്. പക്ഷേ സെക്ഷൻ 53 പ്രകാരം വെറും ട്രാൻസിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെക്ഷൻ 54(2) പ്രകാരം ഇന്ത്യക്ക് പുറത്തേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്ന സാധനങ്ങളുടെ കാര്യമോ? ഉദാഹരണത്തിന്, നേപ്പാളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കൊൽക്കത്തയിൽ നിന്ന് റോഡ് മാർഗം പോയ ഒരു കണ്ടെയ്നർ, അത് നേപ്പാളിൽ എത്താതെ വഴിക്ക് വെച്ച് കാണാതായാല്? അതൊരു സാധ്യതയാണ്. ഡൈവേർഷൻ. അതെ. അങ്ങനെയുള്ള ചരക്കുകൾ ശരിക്കും ഇന്ത്യ വിട്ടുപോയോ എന്ന് കസ്റ്റംസ് എങ്ങനെ ഉറപ്പാക്കും? അതിനെന്തെങ്കിലും പ്രാക്ടിക്കൽ സംവിധാനങ്ങൾ നിലവിലുണ്ടോ? നല്ല ചോദ്യമാണ്.
അവിടെയാണ് ഈ നിയമങ്ങൾ നടപ്പാക്കുന്നതിലെ വെല്ലുവിളികൾ വരുന്നത്. ഇതിനായി പല സംവിധാനങ്ങളുമുണ്ട്. കണ്ടെയ്നറുകൾക്ക് ഇലക്ട്രോണിക് സീൽ വെക്കുന്നത്, GPS ട്രാക്കിംഗ് ഉപയോഗിക്കുന്നത്, ലക്ഷ്യസ്ഥാനത്തുള്ള കസ്റ്റംസുമായി വിവരങ്ങൾ പങ്കുവെക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോ ഈ നിയമങ്ങൾ കടലാസിൽ നിന്ന് പ്രയോഗത്തിലേക്ക് വരുമ്പോൾ നേരിടുന്ന ഇത്തരം വെല്ലുവിളികളും അതിനെ മറികടക്കാനുള്ള സാങ്കേതിക വിദ്യകളും ഒരുപക്ഷേ നിങ്ങൾക്ക് തുടർന്ന് അന്വേഷിക്കാവുന്ന ഒരു വിഷയമാണ്. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ നിർത്താം. നന്ദി. നന്ദി.